Good morning, all. I welcome you all to the webinar on our exclusive country, Singapore. And to deal with the session, I invite the Singapore Government College representatives and our dear partners. Please note down your queries and clear it at the end of the session. And I welcome you, sir, to deal the session. Sir, am I audible? Good morning, team. Ashwini ma'am audible ആണോ? Yes, audible ആണ്. എല്ലാവരും ഈ സെക്ഷൻ എടുക്കുന്ന നമ്മുടെ സിംഗപ്പൂരിന് ഡയറക്റ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ടീമാണ് എടുക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ഏറ്റവും ഇന്ന് കേരളത്തിലല്ല, നമുക്ക് ഏറ്റവും ഒരു മെഗാ ഒരു അവസരമാണ് നമുക്ക് നമ്മുടെ ഗവൺമെന്റ് കോളേജസ്, നമുക്ക് സിംഗപ്പൂരിൽ ഗവൺമെന്റ് കോളേജസ് വിത്ത് സ്കോളർഷിപ്പ് നമുക്ക് സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമുക്ക് ഉറപ്പായിട്ടും പറയാം, ഇന്ന് കേരളത്തിൽ ഒരു കൺസൾട്ടൻസി ഇതുപോലെ നിങ്ങൾക്ക് ഇത്രയും ഒരു ഓഫർ വിത്ത് സ്കോളർഷിപ്പ് ഒരു ഓഫറും ഗവൺമെന്റ് കോളേജിൽ ഇത്രയും നല്ല ഈസി പ്രൊസീജിയർ വിത്ത് നമുക്ക് സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുത്തു കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ സിംഗപ്പൂർ കോളേജിൽ. ആൻഡ് നമുക്ക് ഈ ഒരു വെബിനാർ എടുക്കുന്നതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ത്രൂ തന്നെ സിംഗപ്പൂർ കോളേജിൽ പോയിട്ട് അവിടുത്തെ അഡ്മിഷൻ ടീമിൽ വർക്ക് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ് തന്നെയാണ്. സോ വി ആർ സോ ഹാപ്പി വിത്ത് അസ്. ആൻഡ് നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആർട്സ് കോളേജ് റിലേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ചോദിക്കാം. നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഒരു കാര്യം നോട്ട് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾക്ക് അവർ ക്ലാസിന്റെ കാര്യങ്ങളും അവിടുത്തെ പ്രോസസ്സ് കാര്യങ്ങളും എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യും. ഫണ്ട് എങ്ങനെയാ, ഫിനാൻഷ്യലി എങ്ങനെയാന്നുള്ളത് അറ്റ്ലാസ്റ്റ് നിങ്ങളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ചോദിക്കുക. നമ്മൾ ഗ്രൂപ്പ് വൈസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പൊ നമ്മുടെ പ്രോസസ്സ് കാര്യങ്ങൾ, നിങ്ങൾ ഒരു അഡ്മിഷൻ നമുക്ക് എങ്ങനെ എടുക്കണം, നമ്മൾ എന്തൊക്കെ റിലേറ്റഡ്സ് ആണ്, ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ്, അവിടുത്തെ പ്രൊസീജിയർ എങ്ങനെയാണ്, സ്കോളർഷിപ്പിന്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ആഫ്റ്റർ ദ സെഷൻ അവര് സെക്ഷൻസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ചാറ്റിൽ അപ്ഡേഷൻ കൊടുക്കുക. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ എക്സ്ക്ലൂസീവ് ഏരിയ ആണ് വരുന്നത്. സോ മാക്സിമം നിങ്ങൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സിൽ പ്രൊമോട്ട് ചെയ്യുക. കൂടുതൽ നമുക്ക് എന്തായാലും അഡ്മിഷൻസ് കിട്ടും. നമ്മുടെ ഒത്തിരി സ്റ്റുഡൻസിന് വിത്ത് സ്കോളർഷിപ്പ് നമുക്ക് അയക്കാൻ പറ്റും. ഈസി സ്റ്റെപ്സും കൂടിയാണ്. ഒത്തിരി റിക്വയർമെന്റ്സ് നമുക്ക് മറ്റു കൺട്രീസിനെ അപേക്ഷിക്കുമ്പോൾ ഒത്തിരി ഈസി റിക്വയർമെന്റ്സ് തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാൻ ഞാൻ റെപ്രസെന്റേറ്റീവ്സ് ഇൻവൈറ്റ് ചെയ്യാണ്. ആനന്ദ് സർ ഓഡിബിൾ ആണോ? ഹായ് ഗൈസ്, എന്നാണ് ഓഡിബിൾ ആയിരുന്നു, പക്ഷെ എന്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്താണ്. എനിക്ക് ആ ഹോസ്റ്റിന്റെ റൈറ്റ്സ് കിട്ടിയിട്ടില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ സർ, കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, സോ എന്റെ പേര് അലൻ, ഞാൻ സിംഗപ്പൂരിൽ നിന്നാണ്. ബേസിക്കലി നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓപ്പൺ ആയിട്ടുള്ള പോർട്ടൽ ഓഗസ്റ്റിലെ പോർട്ടലാണ്. അതായത് 2024 ഓഗസ്റ്റിലായിരിക്കും അവർക്ക് ക്ലാസ് തുടങ്ങുക. ഈ കോളേജ് ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന ആർട്സ് കോളേജ് ആണ്. അപ്പൊ ആർട്സ് കോളേജിൽ കുറച്ച് നമ്പർ ഓഫ് കോഴ്സസ് ഉണ്ട്. ആ കോഴ്സസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാം. അതിന്റെ ഒപ്പം ഇപ്പൊ ബാക്കിയെല്ലാവരും ചിന്തിക്കുന്ന കാര്യമായിരിക്കും, നമ്മൾ ബേസിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സിംഗപ്പൂരിലേക്ക് വരുന്നത്. ബാക്കി കാരണം ഇപ്പൊ ഇന്ത്യയിൽ അത്രയും ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ഫോറിൻ കൺട്രീസ് ചൂസ് ചെയ്യുമ്പോൾ എന്തിനാണ് സിംഗപ്പൂർ എന്നൊരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ കാരണം ബേസിക്കലി ഇപ്പം ഇവിടുത്തെ സേഫ്റ്റിയാണ്. ഒരു പുലർച്ചെ ഒരു പാതിരാത്രി 2 മണിക്ക് പോലും പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ഒരു വ്യത്യാസമില്ലാതെ ആർക്കാണെങ്കിലും പുറത്തിറങ്ങി നടക്കാം. അങ്ങനെ ഒരു റേസിസ്റ്റോ അല്ലെങ്കിൽ ഒരു അതർ സേഫ്റ്റി കൺസേൺസ് ഒന്നും നമുക്ക് ബാധകമല്ല. അത്രയും സേഫ് ആയിട്ടുള്ള കൺട്രിയാണ്. പിന്നെ ഇവിടുത്തെ പാസ്പോർട്ടിന്റെ മൂല്യം, ഇപ്പൊ ലോകത്തെ തന്നെ ഏറ്റവും നമ്പർ 1 പാസ്പോർട്ടാണ് സിംഗപ്പൂർ പാസ്പോർട്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസും ഇവിടുത്തെ യൂട്ടിലിറ്റീസും ഒക്കെ ഭയങ്കര വലുതാണ്. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ, നമുക്കിപ്പോ ഒരു 4.5 മണിക്കൂറിൽ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് എത്താൻ പറ്റും. കമ്പയറിംഗ് ടു അതർ കൺട്രീസ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജ് ഭയങ്കര കുറവാണ്. ലൈക്ക് ഒരു 15,000 റുപ്പീസിന് നമുക്ക് ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ കുട്ടികൾക്ക് ഏറ്റവും അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഞാൻ ഇത്രയും നാൾ വീട്ടുകാരൊപ്പമാണ് താമസിച്ചിട്ടുള്ളത്, പെട്ടെന്ന് ഒരു നാട്ടിലേക്ക് മാറുമ്പോൾ ലോൺലിനെസ് ഒക്കെ എഫക്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഓരോ 6 മാസം കൂടുമ്പോഴും നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അവരെ ക്ലാസ് അങ്ങനെ വരുന്നത്. ബേസിക്കലി അതുകൊണ്ടൊക്കെ ആയിരുന്നു സിംഗപ്പൂർ നല്ലൊരു ഓപ്ഷനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ കോഴ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, കോഴ്സ് വരുന്നത് 3 വർഷത്തെയാണ്. ഇവിടുത്തെ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന എല്ലാ കോഴ്സുകളും 3 ഇയർ ആണ്. അപ്പൊ 3 വർഷത്തില് 6 സെമസ്റ്റർ ആണ്. അതായത് 6 മാസം വരുന്ന 6 സെമസ്റ്ററുകളാണ് ഈ 3 വർഷം എന്ന് പറയുന്നത്. അതിൽ
ഓരോ 6 മാസം കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 30 ഡേയ്സ് അല്ലെങ്കിൽ 42 ഡേയ്സ് ഒരു ബ്രേക്ക് വരും. അതേപോലെ തന്നെ 2.5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ സെമസ്റ്റർ വരുന്നത് ഇന്റേൺഷിപ്പ് ആണ്. അതും കോളേജുകാർ നമുക്ക് ഇന്റേൺഷിപ്പ് കണ്ടുപിടിച്ച് തന്നിട്ട് അതൊരു പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ്. നമ്മൾ അവിടെ പോയിട്ട് ഒരു MNC മൾട്ടിനാഷണൽ കമ്പനികളിൽ പോയിട്ട് ആ കമ്പനികളിൽ നമുക്കൊരു ജോബിന്റെ ഒരു പരിചയം കിട്ടാൻ, നമ്മൾ എന്താണ് നമ്മുടെ ഫുൾ ടൈം ജോബിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, അതിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാനായിരിക്കും ഇന്റേൺഷിപ്പ് വരിക. അത് പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ്, നമുക്കൊരു സാലറി ഉള്ള ഇന്റേൺഷിപ്പ് ആണ്. പിന്നെ പഠിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ലീഗലായിട്ട് ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം ലീഗലായിട്ട് പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ബാക്കിയുള്ള ചെലവുകൾ, ലൈക്ക് നമ്മുടെ 6 മാസം കൂടുമ്പോഴാണ് ഫീസ് അടയ്ക്കേണ്ടി വരിക. അപ്പൊ ഫീസ്, പിന്നെ ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് ഇവിടെ HDB ഫ്ലാറ്റുകളിലായിരിക്കും നമ്മൾ താമസിക്കുക. അപ്പൊ ഫ്ലാറ്റിൽ റൂമിന്റെ വാടകയും പിന്നെ നമ്മുടെ ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ബാക്കി വരുന്ന എല്ലാ ചെലവുകളും നമുക്ക് ഈ പാർട്ട് ടൈം വെച്ചിട്ട് നമുക്ക് എൻ ചെയ്യാൻ പറ്റും. കാരണം പാർട്ട് ടൈമിന് കിട്ടുന്ന ഒരു മണിക്കൂറിന് പെർ അവർ 15 സിംഗപ്പൂർ ഡോളറാണ് നമുക്ക് അനുവദിക്കുന്നത്. ഇപ്പൊ 15 എന്ന് പറയുമ്പോൾ ഇപ്പൊ നാട്ടിലൊരു 60 രൂപയാണ് ഒരു ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അറൗണ്ട് ഒരു 900 രൂപയുടെ അടുത്തായിരിക്കും നമുക്കൊരു മണിക്കൂറിന് നമുക്ക് എമൗണ്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ലോൺ, കുറെ കുട്ടികൾ ചിലപ്പോ മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന ഫാമിലീസ് നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഈ വൺ ഷോട്ട് പേയ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇൻടേക്കിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യത്തെ സെമസ്റ്ററിന്റെ ഫീസ് ഉൾപ്പെടെയുള്ള ഒരു ഇൻടേക്കിന്റെ ഒരു എമൗണ്ട് അവർക്കത് നേടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ, ചില കുട്ടികൾക്ക് മാത്രം. അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അവർക്കൊക്കെ ആണെച്ചെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അടക്കം ഈ പാർട്ട് ടൈം ചെയ്യുന്ന കുട്ടികളുണ്ട്. കാരണം ഇവിടുത്തെ പാർട്ട് ടൈം റേറ്റ്സ് ഭയങ്കര ഹൈ ആണ്. പിന്നെ പഠിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഏത് കോഴ്സ് എടുത്താലും ഇവിടെ കൂടുതൽ ആർട്സ് റിലേറ്റഡിലാണെങ്കിൽ ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചറിനൊക്കെയാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളത്. അതിൽ തന്നെ ഇന്റീരിയർ ഡിസൈൻ ആണ് കൂടുതൽ സ്കോപ്പ്. അപ്പൊ ആ ഒരു കോഴ്സ് ഒക്കെ ആണെന്ന് വെച്ചെങ്കിൽ ഇവിടെ എക്സാമുകൾ ഇല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു 10ാം ക്ലാസ് പ്ലസ് 2 കഴിഞ്ഞ കുട്ടികൾക്കാണെന്ന് വെച്ചെങ്കിൽ അവരിപ്പോ ഓൾറെഡി അവർക്ക് വേണ്ടാത്തതും വേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് കുറച്ച് പരീക്ഷയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുമാണ്. ഇവിടെ പരീക്ഷകളില്ല, എസ്പെഷ്യലി ഫോർ ആർട്സ് കോളേജസ്. അപ്പൊ അവർക്കാണെന്ന് വെച്ചെങ്കിൽ കൂടുതലും അസൈൻമെന്റ്സ് ആണ്. ഒരു എക്സാം പോലും ഇല്ല, എല്ലാം അസൈൻമെന്റ്സിന്റെ സബ്മിഷൻ ആണ്. ഇപ്പൊ ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ എക്സാം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരെ ക്ലാസ്സിന്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, അതിപ്പോ ഒരു ക്ലാസ്സിൽ 25 പേരായിരിക്കും, അതിൽ 5 പേര് അടങ്ങുന്ന 5 ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ കൂടുതലും ഇൻഡിവിജ്വൽ എഫേർട്സ് നല്ല വരിക, കൂടുതലും ഈ ഗ്രൂപ്പ് ആയിട്ടുള്ള കുട്ടികൾ, അത് പല രാജ്യത്തു നിന്നുള്ള കുട്ടികളായിരിക്കും, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മലയാളികളായിരിക്കും. അപ്പോ അങ്ങനെ ഒരു 5 പേരടങ്ങുന്ന ഗ്രൂപ്പ് വെച്ചിട്ട് ആ കോളേജ് ക്ലാസ്സിൽ എന്ത് പറയുന്നു അത് തന്നെ അവിടെ ക്ലാസ്സിൽ വെച്ച് തന്നെ ചെയ്ത് തീർക്കുന്ന അസൈൻമെന്റ്സ് രീതിയിലുള്ള ഒരു സ്റ്റഡി മോഡാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ കൂടുതലും അവർക്ക് പഠിത്തം കഴിഞ്ഞാൽ ഈ ക്ലാസ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആ ക്ലാസ്സിനെ പറ്റി ഓർത്ത് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ബേസിക്കലി ഇവിടെ ഒരു 50,000 മലയാളികൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കുട്ടികൾക്കാണെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ അവർക്ക് മിസ്സാവുന്ന കുറെ കാര്യങ്ങളില്ല, ഈ ഓണാഘോഷം അല്ലെങ്കിൽ നാടിനോടുള്ള ഒരു സ്നേഹം, അതൊക്കെ ഇവിടെ അങ്ങനെ മിസ്സാവേണ്ടതായിട്ട് വരുന്നില്ല. കാരണം ഇവിടെ ഈ ഓണാഘോഷങ്ങളും ഇവിടുത്തെ കുറെ സെലിബ്രേഷൻസ് ഒക്കെ മലയാളി റിലേറ്റഡ് ആണ്. പിന്നെ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പൊ ക്ലാസ്സിലൊക്കെ ആണെന്നുവെച്ചെങ്കിൽ ഇവർക്ക് ഇപ്പൊ ഈ വരുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഒരു സിംഗപ്പൂർ എന്ന രാജ്യം മലേഷ്യയുടെ ബോർഡർ ആയതുകൊണ്ട് തന്നെ കുറെ തമിഴ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവിടുത്തെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ UK അല്ലെങ്കിൽ US ബേസ്ഡ് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷോ ഒന്നും അല്ല. ഇവിടെ മെയിൻലി നമ്മുടെ ഒരു 10ാം ക്ലാസ്സിൽ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക അതേ രീതിയിലുള്ള ഇംഗ്ലീഷ് ഇവിടെ ഉള്ളൂ. കാരണം ഇവിടുത്തെ മെയിൻ ലാംഗ്വേജ് മാൻഡറിൻ, ചൈനീസ് ലാംഗ്വേജ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അത്രയും വലിയ ബുദ്ധിമുട്ടില്ല സംസാരിക്കാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നല്ല ഓപ്ഷൻ ആണ്. പിന്നെ ഏറ്റവും എനിക്ക് തോന്നുന്നു നല്ല ഓപ്ഷൻ എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടുത്തെ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ആദ്യത്തെ ജോലി അതൊരു 1.5 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന, ബേസിക് സാലറി സ്റ്റാർട്ട് ചെയ്യുന്ന ജോലികളായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളിവിടെ വരുന്ന ഗവൺമെന്റിന്റെ അണ്ടറിലായതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പ് സ്കീമിലാണ് നമ്മളിവിടെ വരുന്നത്. സ്കോളർഷിപ്പ് ഇൻ ദ സെൻസ് നമുക്കിപ്പോ ബാക്കിയുള്ള സ്റ്റുഡൻസിനോട് വന്ന് പഠിക്കണം വെച്ചെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഫോറിൻ നാഷണൽസിനോട് വന്ന് പഠിക്കണം വെച്ചെങ്കിൽ ഒരു തുക നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഈ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ ആ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോട്ടൽ ഫീസിന്റെ 50% കുറഞ്ഞിട്ടാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുള്ളൂ. ഫീസ് 6 മാസം കൂടുമ്പോഴാണ് ഫീസ് അടച്ചുകൊണ്ടിരിക്കേണ്ടത്. അതും ബാക്കിയുള്ള സ്റ്റുഡൻസ് പേ ചെയ്യണമെങ്കിൽ 50% കുറവ്. അതെന്താ കാരണം വെച്ചെങ്കിൽ നമുക്കിവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് ഒരു പോർട്ട്ഫോളിയോ എന്നൊരു സംഭവമുണ്ട്. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും നമുക്കൊരു ഗ്രേഡിംഗ് സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു C+ന്റെ മുകളിലുള്ള കുട്ടികൾക്ക് ഇവിടെ നമുക്ക് അഡ്മിഷൻ വാങ്ങി കൊടുക്കാൻ പറ്റും.
അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു പോർട്ട്ഫോളിയോ ചെയ്യണം. പോർട്ട്ഫോളിയോ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡോക്യുമെന്റേഷൻ ആണ്. ആർട്സ് ആയതുകൊണ്ട് തന്നെ ചിത്രങ്ങളായിരിക്കും ഡോക്യുമെന്റേഷനിൽ കൂടുതലും വരിക. അപ്പൊ അത് നമ്മൾ തന്നെ സ്റ്റുഡൻസിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഡയറക്റ്റ് ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ അറിയാവുന്നതുകൊണ്ട് തന്നെ. സോ അങ്ങനെ ഈ പിക്ചേഴ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പോർട്ട്ഫോളിയോ സബ്മിറ്റ് ചെയ്താലാണ് നമ്മൾ ഈ സ്കോളർഷിപ്പിന് നമ്മൾ അതിന്റെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഗവൺമെന്റ് അണ്ടറിലാണ് പഠിക്കുന്നത്. അപ്പൊ 3 വർഷം പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ ഫുൾ ടൈം ജോബ്സ്. അപ്പോൾ അങ്ങനെ ഫുൾ ടൈം ജോബിന് കയറുമ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തപോലെ 1.5 ലക്ഷം ആയിരിക്കും ശമ്പളം. അപ്പൊ ആദ്യമേ വരുന്ന നമ്മൾ സ്റ്റുഡന്റ് പാസിലാണ്. ഒരു ഫോറിൻ നാഷണൽ ഒരു വേറൊരു രാജ്യത്തേക്ക് പഠിക്കാൻ പോകുന്നത് സ്റ്റുഡന്റ് പാസിലായിരിക്കും. അപ്പൊ സ്റ്റുഡന്റ് പാസ് നമ്മൾ ഒരു ജോലി, ആദ്യത്തെ ജോലിയിലേക്ക് കയറുമ്പോൾ അത് എസ് പാസ് എന്ന് വിളിക്കും. ഈ കൺട്രീസിലെ എസ് പാസ് എന്ന് വിളിക്കും. അപ്പൊ ഈ എസ് പാസിൽ ബാക്കി എല്ലാ കൺട്രീസിനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും പെട്ടെന്ന് PR അക്വയർ ചെയ്യാൻ പറ്റുന്ന, അതായത് ആഫ്റ്റർ സ്റ്റഡീസ് PR അക്വയർ ചെയ്യാൻ പറ്റുന്ന നമ്പർ 1 കൺട്രി ആയിരുന്നു സിംഗപ്പൂർ. കാരണം 6 മാസം നിങ്ങൾക്ക് ഒരു ജോലി, ഫുൾ ടൈം ജോബിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിന്റെ പേ സ്ലിപ്പ് വെച്ചിട്ട് നമുക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ PR അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ PR അപ്രൂവ് ആവും. അതായത് നമ്മളിപ്പോ 3 വർഷം പഠിത്തം കഴിഞ്ഞു, എന്നിട്ട് 1 വർഷത്തിന്റെ ഉള്ളിൽ പഠിത്തം കഴിഞ്ഞിട്ട് ജോലിക്ക് കയറി 1 വർഷത്തിന്റെ ഉള്ളിൽ നമ്മൾ ഇവിടുത്തെ PR ആണ്. അപ്പൊ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേറെ കൺട്രി കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് അതുപോലെ പഠിച്ച് PR ആയതാണ്. സോ അതാണ് ഏറ്റവും വലിയ ധൈര്യം. പിന്നെ അങ്ങനെ PR കൊടുക്കുന്ന രാജ്യം ആയതുകൊണ്ട് തന്നെ, പിന്നെ PR ആയി കഴിഞ്ഞാൽ, സിംഗപ്പൂർ PR ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. 2 വർഷം ഇവിടെ PR ആയി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സിറ്റിസൺ ആവാൻ പറ്റും. അത് നിർബന്ധമല്ല. ലൈക്ക് നമുക്കിപ്പോ സിറ്റിസൺ ആവുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കളഞ്ഞിട്ട് നമ്മൾ സിംഗപ്പൂർ പാസ്പോർട്ട് എടുക്കേണ്ടി വരും. ബട്ട് പാസ്പോർട്ട് ഡിഫറൻസ് എന്താണെന്ന് വെച്ചെങ്കിൽ, ഇപ്പൊ സിംഗപ്പൂർ പാസ്പോർട്ടിന് ലോകത്തിലെ എനിക്ക് തോന്നുന്നു കുറെ അധികം 200 സംതിങ് കൺട്രീസിന്റെ മുകളിൽ 196 അപ്രോക്സിമേറ്റ്, അറിയാൻ പാടില്ല. അപ്പൊ അത്രയും കൺട്രീസിൽ നമുക്ക് ഫ്രീ വിസയാണ്. ലൈക്ക് എല്ലാ കൺട്രീസിലും വിസ ഫ്രീ ആയിട്ട് പോവാം. പിന്നെ ഭയങ്കര ബെനിഫിറ്റ് ആണ്. ഇവിടുത്തെ ഒരു സിറ്റിസൺ ആയി കഴിഞ്ഞാൽ അത്രയും ബെനിഫിറ്റ് ആണ്. പക്ഷെ ഇനിയിപ്പോ സിറ്റിസൺ ആവാൻ താല്പര്യമില്ല, ഇന്ത്യ പാസ്പോർട്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് PR ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. PR എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സിറ്റിസൺഷിപ്പ് തന്നെയാണ്. 5 വർഷം കൂടുമ്പോൾ റിന്യൂ ചെയ്താൽ മതി. ഇവിടെ എല്ലാ ബാക്കി സിറ്റിസൺസിന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് PR-ന് കിട്ടും. സോഫർ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇനിയിപ്പോ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ അതിനനുസരിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ സ്ലൈഡ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇനിയിപ്പോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്, ഞാൻ ആദ്യം ഈ സ്ലൈഡ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവാം. അപ്പൊ അതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇനിയിപ്പോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ സ്ലൈഡ് നിങ്ങൾക്ക് ഏറ്റവും അവസാനം ആവശ്യമുണ്ടെങ്കിൽ അതും തരാം. ഗവൺമെന്റ് കോളേജ് നമുക്ക് ടോട്ടല് വരുന്നത് 7 കോളേജസ് ആണ്. പക്ഷെ ഇവിടുത്തെ ടോട്ടൽ 7 ഗവൺമെന്റ് കോളേജേ ഉള്ളൂ. പക്ഷെ അതിൽ തന്നെ 5 കോളേജുകൾ എഞ്ചിനീയറിംഗിന്റെ ആണ്. അപ്പൊ എഞ്ചിനീയറിംഗിന്റെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം സംസാരിക്കാത്തത്, എഞ്ചിനീയറിംഗിന്റെ ആയിട്ട് സംസാരിക്കാത്തത്. കാരണം അതിന്റെ അഡ്മിഷന്റെ ടൈം കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളത് ആർട്സിന്റെ 2 കോളേജുകളാണ്. സോ നമുക്ക് മെയിൻലി 2 കോളേജസ് ആണ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ആർട്സ് കോളേജസ്. പിന്നെ ഈ ട്യൂഷൻ ഗ്രാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ബാക്കി ഈ ഫീസിന്റെ സ്ട്രക്ചറാണ് ഈ ട്യൂഷൻ ഗ്രാന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിലും +2-ലും ഒരു C+ന്റെ മുകളിൽ മാർക്ക് വരുന്ന കുട്ടികൾക്ക് നമ്മളൊരു പോർട്ട്ഫോളിയോ കൂടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50% സ്കോളർഷിപ്പിന് അവര് അർഹത കിട്ടും. അങ്ങനെ 50% സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ട്യൂഷൻ ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 50% സ്കോളർഷിപ്പിനെ പറ്റി പറയുന്ന കാര്യമാണ്. ട്യൂഷൻ ഗ്രാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 3 വർഷമാണ് നമുക്ക് അതിനവര് തരുന്ന സമയം. 3 വർഷത്തെ കോഴ്സ് ഡ്യൂറേഷനിൽ ട്യൂഷൻ ഗ്രാന്റ് നമുക്ക് ഉണ്ടാവും നമ്മുടെ ഒപ്പം. സോറി. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഈ 50% സ്കോളർഷിപ്പില് ഇപ്പൊ ബാക്കി ഇപ്പൊ ഈ സ്ലൈഡ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എഞ്ചിനീയറിംഗിന്റെ കാര്യം കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം ബാക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ലൈക്ക് അവർക്ക് ഇവിടെ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് അവർക്ക് വേറെ ട്യൂഷൻ ലോണും കൂടി കിട്ടും. അതാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് ഇവിടുത്തെ ഒരു PR സൈൻ ചെയ്യുക വേണം. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് നമ്മുടെ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആയിട്ടുള്ള 2 പേര്, ലൈക്ക് നമ്മുടെ നാട്ടിലത്തെ അച്ഛനും അമ്മ പാസ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സ് ആരെങ്കിലും 2 പേര്, അവരുടെ ഒരു പാസ്പോർട്ടും പിന്നെ അവരുടെ സിഗ്നേച്ചറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാരണ്ടർ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ 50% സ്കോളർഷിപ്പിന് നമ്മൾ ആനുകൂല്യം കിട്ടും. പിന്നെ ഈ സ്കോളർഷിപ്പ് എമൗണ്ട് നമുക്ക് തിരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ട്, ഈ പെർമനന്റ് PR-ന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള തോന്നുന്നു. കാരണം നമുക്ക് ജോലി ആയി കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ 6 മാസത്തെ പേ സ്ലിപ്പ് വെച്ചിട്ട് നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാം. 6 മാസമാണ് അതിന്റെ അപ്രൂവൽ ടൈം വരിക. അപ്പൊ അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് PR ആവും.
ബേസിക് അത്രേ ഉള്ളൂ. പിന്നെ ഈ നോ ഷോ മണി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ബാക്കിയുള്ള കൺട്രീസിനും ഈ വിസയുടെ പ്രോസസ്സിൽ ചിലപ്പോൾ വിസ റിജക്ട് ആവുന്ന ഒരു കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. വിസ 100% വിസ അപ്രൂവൽ ചിലപ്പോൾ കുറെ കൺട്രീസിന് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ സിംഗപ്പൂർ ആണെങ്കിൽ 101% നമുക്ക് വിസ സക്സസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ബാക്കിയുള്ള കൺട്രീസിലും ചിലപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴോ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്കിന്റെ ഷോ മണി കാണിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ 10 ലക്ഷമോ അല്ലെങ്കിൽ ഡിപ്പെൻസ്. സോ നമ്മുടെ കൺട്രിയിലേക്കാണെങ്കിൽ അങ്ങനെ ഷോ മണിയുടെ ആവശ്യമില്ല. പോസ്റ്റ് സ്റ്റഡി ബാക്ക് വരുന്ന ബേസിക്കലി 3 വർഷമാണ് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ സ്റ്റുഡൻസിന് അങ്ങനെ 3 വർഷത്തിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. കാരണം നമുക്ക് ഗവൺമെന്റിൽ പഠിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ കോളേജുകളിൽ തന്നെ ക്യാമ്പസ് സെലക്ഷൻ വരും, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വരും. അതായത് ഇപ്പോ നമുക്ക് ഒരു 2.5 വർഷം കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് കോളേജുകാർ നമുക്ക് നോട്ടീസ് അയക്കും, ഇന്ന് നമ്മുടെ കോളേജിൽ ഇങ്ങനെ പുറമേത്തെ MNC കമ്പനികൾ വന്നിട്ട് ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ക്യാമ്പസ് സെലക്ഷനിൽ തന്നെ കുറെ പേർക്ക് ജോലിയാവും. അല്ലാത്തവർക്ക് മലയാളീസ് ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് ഈ 3 വർഷത്തെ ഗ്യാപ്പ് വരുന്നില്ല. കാരണം 3 വർഷം അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും, ജോലി കിട്ടാനായിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ അങ്ങനെ വരുന്നില്ല. യൂഷ്വലി ഒരു പഠിച്ചു കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ എല്ലാവരും ജോലി കയറിയിട്ടുണ്ടാവും. പിന്നെ ഇനിയിപ്പോ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറെ പേര് അത് ചെയ്യാൻ റെഡിയാണ്. പിന്നെ ഈ വിസ അപ്രൂവലിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. കാരണം വിസ അപ്രൂവൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഡോക്യുമെന്റേഷൻ ആണ്. അവർക്ക് കിട്ടുന്ന അവരുടെ ഒരു 10ാം ക്ലാസ് പ്ലസ് 2 ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്തതിനാണ് അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് പിക്ചർ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് പിക്ചർ, പിന്നെ അവരുടെ പാസ്പോർട്ടിന്റെ കോപ്പി. ഈ 4 ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ വിസ റിജക്ഷൻ വരുന്നില്ല. 101% വിസ അപ്രൂവ്ഡ് ആണ്. പിന്നെ ഈ അതേഴ്സ് എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമുക്കിപ്പോ ഒരു ഇവിടുന്ന് യാത്ര ചെയ്യണമെന്ന് വെച്ചെങ്കിൽ കേരളമാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏത് ഭാഗത്താണെങ്കിലും 4 to 4.5 hours നമുക്ക് എത്താൻ പറ്റും. ടിക്കറ്റ് റേറ്റ് ഭയങ്കര കുറവാണ്. ഒരു 15,000 rupees ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ കാനഡയിൽ നിന്നൊക്കെ വരികയാണെന്ന് വെച്ചെങ്കിൽ 1 ലക്ഷം രൂപ അടുത്തേക്ക് ആയിരിക്കും ചാർജ് വരും. ഇവിടെ നമുക്കൊരു 15,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ടു ആൻഡ് ഫ്രോ ആയിട്ട് ടിക്കറ്റ് എടുക്കാം. അതും പിന്നെ ക്ലൈമറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ 24-25 ആയിരിക്കും നമ്മുടെ ബേസിക് ടെമ്പറേച്ചർ വരെ ഈ രാജ്യത്ത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലത്തെ സെയിം ക്ലൈമറ്റാ, കേരളത്തിന്റെ അതേ ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടെമ്പറേച്ചർ ക്ലൈമറ്റ് ഡിഫറൻസ് ഒന്നും നമുക്ക് ഇവിടെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ ലൈഫ് സ്റ്റൈല് ഭയങ്കര നല്ലതാണ്. ലൈക്ക് നമ്മളിപ്പോ നാട്ടിൽ താമസിക്കുന്ന സമയത്ത് ഒരു ഫോറിൻ കൺട്രിയിലേക്ക് ഒരു ട്രാവൽ ചെയ്യുക, ടൂറിസ്റ്റ് ആയിട്ട് പോകണം വെച്ചെങ്കിൽ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും സിംഗപ്പൂർ. അപ്പൊ അങ്ങനെ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ഫെസിലിറ്റീസ് എന്തായാലും കൂടുതലാണല്ലോ. പിന്നെ ഇപ്പൊ നമുക്ക് എല്ലാം ഫിംഗർ ടിപ്സിലുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഈ രാജ്യത്തിനെ പറ്റി എന്തറിയണമെന്ന് വെച്ചെങ്കിലും അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ പിക്ചേഴ്സ് കാണണം വെച്ചെങ്കിലും എല്ലാം ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ അത്രയും സിമ്പിൾ ആണ്. അപ്പൊ അതിൽ തന്നെ നമ്പർ 1 വേൾഡിലെ തന്നെ ഏറ്റവും നല്ല എയർപോർട്ടുകളൊന്നാണ് ചാങ്ങി എയർപോർട്ട് എന്നാണ് സിംഗപ്പൂരിന്റെ. ഇവിടെ ആകെ ഒരു എയർപോർട്ടേ ഉള്ളൂ. കാരണം ഇത് ഭയങ്കര ചെറിയൊരു കൺട്രിയാണ്. ചെറിയൊരു കൺട്രി ഇൻ ദ സെൻസ് ബൈ ഏരിയ. ഇപ്പൊ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് നാട്ടില്. അപ്പൊ തൃശ്ശൂർ ജില്ലയുടെ അത്ര പോലും വലിപ്പമില്ലാത്തൊരു കൺട്രിയാണ് ഇത്. ബൈ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക് പോകാൻ അറൌണ്ട് ഒരു 1 hourന്റെ ഉള്ളിലേ വരൂ. അപ്പൊ അത്രയും ചെറിയ കൺട്രിയിൽ പക്ഷെ ഇവർ കൊണ്ടുവന്ന ഡെവലപ്മെന്റ്സ് അത് അപ്രിഷിയേറ്റ് ചെയ്യാൻ ഉള്ള കാര്യങ്ങളാണ് ഇവർ കൊണ്ടുവന്നത്. ഭയങ്കര സേഫ് ആയിട്ടുള്ള, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പൊ ഈ ഓഗസ്റ്റ് അഡ്മിഷനെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ നമുക്ക് പോർട്ടൽ ഓപ്പൺ ആണ്. ലൈക്ക് ആ പോർട്ടൽ ഒരു ഫെബ്രുവരി 28 ലീപ് ഇയർ ആയതുകൊണ്ട് ഫെബ്രുവരി 29 വരെ ഉണ്ടാവുമായിരിക്കും പോർട്ടൽ. അപ്പൊ ആ സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു 2 to 3 വീക്സിന്റെ ഉള്ളിൽ, 2 to 3 monthsന്റെ ഉള്ളിൽ അതിന്റെ റിസൾട്ട് വരും. ബേസിക്കലി ഒരു 2 monthsലൊക്കെ വരേണ്ടതാണ് യൂഷ്വലി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജൂലൈ ഫസ്റ്റ് വീക്കിലേക്ക് ആയിരിക്കും അവർക്ക് ഇവിടെ വരേണ്ടതായിട്ട് വരിക. അപ്പൊ ഓഗസ്റ്റിൽ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ ജൂലൈയിലാണ് കുട്ടികളെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു താമസ സ്ഥലം നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ അവരിവിടെ സിംഗപ്പൂരിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ എയർപോർട്ടിൽ അവരെ പിക്ക് ചെയ്യാൻ പോയിട്ട് അന്നത്തെ ദിവസം അവിടുത്തെ ഫുഡും കാര്യങ്ങളും അവർക്ക് വാങ്ങിച്ചു കൊടുത്ത് അവരെ തന്നെ ഒന്ന് കാമായി ആക്കി കൊണ്ടുവന്ന് അവരെ വിസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഒപ്പം പാസ്പോർട്ട് ഓഫീസിൽ പോവും. പിന്നെ അവരെ കോളേജിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കോളേജിലേക്ക് നമ്മൾ ഒരു കോളേജ് ടൂർ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞുള്ള ബാക്കി അവരുടെ എല്ലാ കാര്യങ്ങളും, ലൈക്ക് അവർക്കിപ്പോ ഒരു സ്പൂണിനോ പ്ലേറ്റിനോ ആവശ്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആദ്യ ദിവസം അതൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള കാർഡുകൾ, അങ്ങനെ അവരുടെ എല്ലാ ബേസിക് നെസസറി നീഡ്സും നമ്മൾ അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കും. എയർപോർട്ടിൽ നിന്നുള്ള പിക്കപ്പ് മുതൽ അവരെ സേഫ് ആയിട്ട് വീട്ടിലെത്തിച്ച് അവരുടെ റെന്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവരെ എല്ലാം മലയാളികളോട് പരിചയപ്പെടുത്തി കൊടുത്ത് അങ്ങനെ അവർക്ക് ഒരിക്കലും നിരാശാജനകമായിട്ടുള്ള ഒരു സർവീസ് ആയിരിക്കില്ല, നമ്മുടെ നല്ലൊരു സർവീസ് ആയിരിക്കും. പിന്നെ ഈ ഡോക്യുമെന്റ്സിന്റെ കാര്യം വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു പോയ കാര്യങ്ങളല്ലേ ഈ 4 കാര്യങ്ങൾ. ഈ കോഴ്സസിന്റെ കാര്യം ഞാനിപ്പോ ഇത്രയും വെറുതെ ഇങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. കാരണം കുറെ ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇന്റീരിയർ ഡിസൈൻ ആണ്. ഇനിയിപ്പോ ഈ കോഴ്സസിന്റെ സ്ലൈഡ് വേണമെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ അതിന്റെ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമല്ലോ.
കോസ്റ്റ് സ്ട്രക്ചർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോ. ഫീസ് സ്ട്രക്ചർ വരുന്നത് ഒരു സെമസ്റ്ററിന് $12,000 ആണ് സിംഗപ്പൂർ എമൗണ്ടിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ. പക്ഷെ ഇതിൽ തന്നെ നമുക്ക് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ 50% സ്കോളർഷിപ്പ് വരുന്നതുകൊണ്ട് തന്നെ ഈ ഫീസിന്റെ പകുതിയായിരിക്കും നമ്മൾ ഒരു സ്റ്റുഡന്റ് അടയ്ക്കേണ്ട പൈസ. അപ്പോ 6 മാസമാണ് ഒരു സെമസ്റ്ററിന്റെ കാലാവധി. അപ്പൊ അതുപോലെ തന്നെ 3 വർഷമായതുകൊണ്ട് 6 മാസം അടങ്ങുന്ന 6 സെമസ്റ്റർ ഉണ്ടാവും. അതിൽ അവസാനത്തെ 6 മാസം ഇന്റേൺഷിപ്പ് ആയിരിക്കും. ചേഞ്ച് ചെയ്തു. ഈ മന്ത്ലി എക്സ്പെൻസ് കംപ്ലീറ്റ്ലി സ്റ്റുഡന്റിന്റെ ഡിപ്പെൻസ് ആണ്. ലൈക്ക് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പല കാര്യങ്ങളും ഇവിടെ ഫിംഗർ ടിപ്സിലാണ്. ഇത് അത്രയും വലിയൊരു ഡെവലപ്ഡ് കൺട്രി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഇത്രയും നേരം സിംഗപ്പൂർ എന്ന കൺട്രിയുടെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇത് നെഗറ്റീവ് അല്ല. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മദ്യപിക്കാത്ത കുട്ടികളോ അല്ലെങ്കിൽ ബാക്കി അങ്ങനെ സോക്കോൾഡ് ദുശീലങ്ങൾ എന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ എല്ലാം വിരൽത്തുമ്പിലാണ്. അപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ കൺട്രോളാണ്. ഇപ്പൊ നമുക്കിപ്പോ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഒരു മണിക്കൂറിന് 900 രൂപയായിരിക്കും നമ്മുടെ ഒരു പാർട്ട് ടൈമിന് സാലറി കിട്ടുക, ഇന്ത്യൻ റുപ്പീസ്. അപ്പൊ ക്ലാസ് ടൈമിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഒരു വീക്കിലി ഒരു 4 days ക്ലാസ് ഉണ്ടാവുള്ളൂ. അതും ചില ദിവസം ഓൾമോസ്റ്റ് ഒരു 2 ദിവസം 3 ദിവസമൊക്കെ അടക്കം ഒരു ഹാഫ് ഡേ ഒക്കെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പൊ അവർക്ക് അത്രയും ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. പ്ലസ് ശനി ഞായർ അവധിയാണ്. അപ്പോ ക്ലാസ് ഉള്ള സമയത്ത് തന്നെ ഒരു ദിവസം ഒരു 8 hours ഒക്കെ ഫ്രീ ടൈം കിട്ടും. ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഒരു 12 hours ഫ്രീ ടൈം കിട്ടും. അപ്പൊ അത്രയും അവർക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമ്പോൾ ഒരു ദിവസം തന്നെ ഒരു 10 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലത്തെ 9,000 രൂപ അവർക്ക് സാലറി ആയിട്ട് കിട്ടും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ദിവസം 10 മണിക്കൂർ അറ്റ്ലീസ്റ്റ്. ഇവിടെ കൂടുതലും 12 മണിക്കൂറിന് ഷിഫ്റ്റ് ചെയ്യുന്ന കുട്ടികളാണ്. എന്നാലും ഒരു ബേസിക്കലി ഒരു 10 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ 900 രൂപ കിട്ടും അതൊരു ദിവസം. അപ്പൊ അങ്ങനെ ഒരു മന്ത്ലി അപ്പൊ എത്ര രൂപ അവർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അത്രയും പൈസ നമ്മുടെ കയ്യിൽ വരുമ്പോൾ അത് എങ്ങനെ ചെലവാക്കണം എന്നുള്ളത് സ്റ്റുഡന്റിന്റെ മാത്രം ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെലവാക്കാൻ എല്ലാവിധ മെത്തേഡുകളും ഉണ്ട്, എല്ലാവിധ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഇൻഡിവിജ്വൽ ചെലവുകൾ നമുക്ക് അങ്ങനെ കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം അതിൽ ഇൻഡിവിജ്വൽ ചോയ്സസ് ഉള്ളത് കൊണ്ട് അത് മാനിപ്പുലേറ്റഡ് ആണ്. പിന്നെ ടൈപ്പ് ഓഫ് സ്റ്റേ വരുന്നത് നമ്മൾ നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഫ്ലാറ്റുകളാണ് കൂടുതലും. കാരണം ഇവിടെ ഒരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യാൻ സിംഗപ്പൂരിയൻ സിറ്റിസൺസിന് മാത്രമേ പറ്റുള്ളൂ. PR-കളൊക്കെ താമസിക്കുക നമുക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ടായിരിക്കും. ഒരു ഫ്ലാറ്റിൽ 6 പേർക്കാണ് മിനിമം സ്റ്റേ ചെയ്യാൻ പറ്റുക. യൂഷ്വലി ഒരു 3 റൂം ആയിരിക്കും. അപ്പൊ 3 റൂമൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ കൂടുതലും ഒരു വലിയൊരു റൂമിൽ കിങ് സൈസ് ബെഡ് 2 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ 6 പേരടങ്ങുന്ന ഒരു ഫ്ലാറ്റ് ആയിരിക്കും. അപ്പൊ അതില് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മലയാളി സ്റ്റുഡൻസിനെ ആയതുകൊണ്ട് തന്നെ ഇവിടെ മലയാളികൾ താമസിക്കുന്ന ഫ്ലാറ്റുകളിലായിരിക്കും അവർക്ക് അക്കോമഡേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് ഫുഡിന്റെ കാര്യങ്ങളൊന്നും അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല. പിന്നെ അവർക്ക് സംസാരത്തിനോ അല്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ചോദിക്കണമെന്നോ അങ്ങനെ വലിയ ടെൻഷൻ വരില്ല. കാരണം കൂടുതലും മലയാളികൾ തന്നെ ആയിരിക്കും ഉൾപ്പെടുത്തുക. പിന്നെ അതേപോലെ തന്നെ പഠിക്കുന്ന മലയാളികളെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവരുടെ കോളേജ് സീനിയേഴ്സ് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ക്ലിയർ ചെയ്യും. പിന്നെ ഈ പേയ്മെന്റിന്റെ സ്ട്രക്ചർ എനിക്ക് തോന്നുന്നു ഗ്രീൻ വേൾഡ് തന്നെ ഡയറക്റ്റ് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റഡി സ്ട്രക്ചർ ഞാൻ പറഞ്ഞടാ. ഇത് വേണ്ട, ഇത് നമ്മൾ സർവീസിന്റെ കാര്യത്തിൽ സംസാരിച്ചല്ലോ. ഇത് നമ്മൾ പറഞ്ഞു. അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ചോദിച്ചോട്ടെ. എനിക്ക് തോന്നുന്നു 35 പേരോളം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള എന്തെങ്കിലും നിങ്ങൾ ക്ലിയർ തരാം. ഹായ്, എന്റെ പേര് സ്റ്റെഫി എന്നാണ്. ഇപ്പൊ ഹായ്. ഓഡിബിൾ ആണല്ലോ അല്ലെ? അതെ അതെ. ഓക്കെ. ഇപ്പൊ മെയിൻ ആയിട്ട് ഏതൊക്കെയായിരുന്നു ഇൻടേക്സ് വരുന്നത് ഇപ്പൊ സിംഗപ്പൂർ പറയുമ്പോഴത്തേക്ക്? ഏതൊക്കെയായിരുന്നു ഇൻടേക്സ് ഏതൊക്കെയായിരുന്നു വരുന്നത്? ഇപ്പൊ ഓഗസ്റ്റ് എന്ന് പറഞ്ഞ പോലെ എത്ര ഇൻടേക്സ് ആ വരുന്നത്? ഏതൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള ഇൻടേക്സ് കാര്യങ്ങളൊക്കെ? മുൻപുണ്ടായിരുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് കോളേജസ് ആണ്. ലൈക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്സ്. ഞാൻ എഞ്ചിനീയറിംഗിനെ പറ്റി സംസാരിക്കേണ്ടിരുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഇൻടേക്കും ആർട്സിന് വേണ്ടിയിട്ട് ഒരു ഇൻടേക്ക് ആണ് ഉള്ളത്. അപ്പൊ ആർട്സിനെ ബേസ് ചെയ്ത് മാത്രം പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് മാത്രമേ ഇൻടേക്ക് വരുന്നുള്ളൂ. ഇൻടേക്ക് അല്ല, ഓഗസ്റ്റിൽ മാത്രമാണ് ക്ലാസിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻടേക്കിന്റെ അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങുന്നത് ഇപ്പോഴാണ്. ഫെബ്രുവരി ലാസ്റ്റോ അല്ലെങ്കിൽ മാർച്ച് സെക്കൻഡ് വീക്കിനുള്ളിലോ അത് ക്ലോസ് ആവും. ശരി. അപ്പൊ ആക്ച്വലി ഒരൊറ്റ ഇൻടേക്കേ വരുന്നുള്ളൂ അല്ലെ ഒരു വർഷം? അതെ, വർഷത്തിൽ ഒരു ഇൻടേക്കേ ഉള്ളൂ. ശരി. അതുപോലെ തന്നെ ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ഇപ്പൊ ചോദിക്കുകയാണ് എന്തുകൊണ്ട് അപ്പൊ ഒരു അക്കാഡമിക്കിന്റെ വാല്യുവേഷനോ ഒന്നും വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും അധികം വരുന്നില്ലല്ലോ മറ്റു കൺട്രികളെ വെച്ച് നോക്കുമ്പോഴേക്കും. അപ്പൊ അതെന്തുകൊണ്ടാണ്? മറ്റുള്ള കൺട്രീസിൽ എങ്ങനെ അക്കാഡമിക് വെരിഫിക്കേഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതിലിപ്പോ അവരുടെ പെർസെന്റേജ് ഓഫ് മാർക്സ് നോക്കും. ഇതിൽ IELTS റിക്വയർമെന്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? യെസ്, ലൈക്ക്
IELTS വരുന്നത് എഞ്ചിനീയറിംഗിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഓക്കെ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ലൈക്ക് എഞ്ചിനീയറിംഗിന്റെ കോളേജുകളാണെങ്കിൽ അതിന്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ സമയത്ത്, ഒക്ടോബർ ആണ് അതിന്റെ വിൻഡോ ഓപ്പൺ ആവുക. നവംബറിന്റെ ഉള്ളിൽ അത് വിൻഡോ ക്ലോസ് ആവും. അവരുടെ ക്ലാസ് ടൈം തുടങ്ങുന്നത് ഏപ്രിലാണ്. അപ്പൊ അവർക്കാണെന്ന് വെച്ചെങ്കിൽ എഞ്ചിനീയറിംഗിനാണെങ്കിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. ലൈക്ക് അവർ 10ാം ക്ലാസ്സിൽ അവർക്ക് കുറഞ്ഞത് 80% മാർക്ക് വേണം. 80% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവും. ഇവിടെ സിംഗപ്പൂർ ഗവൺമെന്റ് നടത്തുന്ന എൻട്രൻസ് എക്സാം ഉണ്ടാവും. അതിലേക്ക് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് 90% മുകളിൽ മാർക്ക് കിട്ടിയാലും എൻട്രൻസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ പേർക്ക് ഫുൾ എ പ്ലസ് ഉണ്ട്. അപ്പൊ അതിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾക്ക് എൻട്രൻസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻട്രൻസ് എക്സാം ഓൺലൈനിലായിരിക്കും. എൻട്രൻസ് എക്സാം ജയിച്ചാൽ മാത്രമേ അവർക്ക് അഡ്മിഷൻ കിട്ടൂ. എഞ്ചിനീയറിംഗിനാണെങ്കിൽ IELTS നിർബന്ധമല്ല. കാരണം ഈ എൻട്രൻസ് എക്സാമിൽ ഇംഗ്ലീഷ് ഒരു വിഷയമാണ്. ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതിൽ നമുക്ക് ചൂസ് ചെയ്യാം. 3 വിഷയങ്ങൾ ചൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ IELTS നിർബന്ധമല്ല ആസ് ഫോർ എഞ്ചിനീയറിംഗ്. ആർട്സിനാണെന്ന് വെച്ചെങ്കിൽ മിനിമം മാർക്ക് C+ ആണ്. കാരണം ഇവർക്ക് കൂടുതൽ ചിത്രങ്ങളാണ്. അവർ ആർട്സിൽ കൂടുതൽ ചിത്രങ്ങളല്ലോ. അപ്പൊ നമ്മുടെ ഈ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ വിഷയങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള പഠിത്തത്തിൽ അല്ലെങ്കിൽ +2 വരെയുള്ള സ്റ്റഡീസിൽ നമുക്ക് ഈ ആർട്സ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പഠിക്കുന്നില്ല. കൂടുതലും ഡിഗ്രിയുടെ സമയത്താണ് നമ്മുടെ നാട്ടിൽ ഈ ഫൈൻ ആർട്സ് ഒക്കെ വരുന്നത് തന്നെ. അപ്പൊ 10ാം ക്ലാസ് +2 വരെയുള്ള അവരുടെ എന്ത് എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടിയാലും അത് അവരെ കലയെ സ്വാധീനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന കുട്ടിയായാൽ മതി. അതുകൊണ്ടാണ് C+ എന്നുള്ള ഗ്രേഡ് അറ്റ്ലീസ്റ്റ് അവർ വെക്കുന്നത്. ഈ ഗ്രേഡ് ഉണ്ടെങ്കിൽ തന്നെ ഇവര് പ്രയോറിറ്റി ചെയ്യുന്നത് ഈ പോർട്ട്ഫോളിയോയിലാണ്. ലൈക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്ത എന്താണെങ്കിൽ ഈ പോർട്ട്ഫോളിയോ ചെയ്യുന്നത് ഞങ്ങളാണ്. ഈ പോർട്ട്ഫോളിയോ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അഡ്മിഷൻ കിട്ടില്ല. കാരണം ഇത് അത്രയും നല്ല ചിത്രങ്ങൾ വരച്ചു കൊടുക്കണം. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോ ഒരു സാധാരണ ഒരു കുട്ടി, ഇപ്പോ കലയിൽ അങ്ങനെ അഭിരുചി ഇല്ലാത്ത കുട്ടിക്ക് ഇത്രയും നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും കുട്ടികളുടെ ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആണ് ഈ അഡ്മിഷൻ പ്രൊസീജിയർ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഫോർ ആർട്സ്. ഓക്കെ. അപ്പൊ ഇൻ കേസ് ഇപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് പോർട്ട്ഫോളിയോ ഇപ്പൊ നമ്മുടെ സൈഡിൽ നിന്നാണ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് അവിടെ എത്തിക്കഴിഞ്ഞ് കുട്ടികൾക്ക് അത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവർക്ക് അത് അവരുടെ ഇപ്പൊ എന്താ പറയാ, അവർക്ക് എക്സാം അല്ല, അവിടെ വരുന്ന സെമസ്റ്റർ വൈസ് ക്ലാസ് ഇതാണെന്ന് പറഞ്ഞല്ലോ, പ്രൊജക്ട് വൈസോ അങ്ങനെ എന്തൊക്കെയാണല്ലോ സബ്മിറ്റ് ചെയ്യുന്നത്. അതെ, അസൈൻമെന്റ്സ് ആണ്. അപ്പൊ അസൈൻമെന്റ്സ് ചെയ്യുമ്പോൾ അവർക്കത് പാസ് ആവാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസസ് ഉണ്ടോ? ഇല്ല, അസൈൻമെന്റ്സിൽ കൂടുതലും ഇവർക്ക് അവിടെ പഠിപ്പിക്കുകയാണ് ചിത്രങ്ങളുടെ കാര്യങ്ങൾ. പിന്നെ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും വരയ്ക്കണം, അങ്ങനത്തെ ഒരു ആർട്സ് അല്ല. ഇതൊന്ന് കൂടുതലും ഇപ്പൊ ഇന്റീരിയർ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലത്തെ വശം വരയ്ക്കുമ്പോൾ കൂടുതലും നമ്മുടെ കൈ കൊണ്ട് വരയ്ക്കാണ്ട് കൂടുതൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിരിക്കും. ലൈക്ക് ഓട്ടോകാഡ് എന്നുള്ള സോഫ്റ്റ്വെയർ, അങ്ങനെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ കൂടുതലും അവർ പഠിപ്പിക്കും. ആ സോഫ്റ്റ്വെയർ എങ്ങനെ പഠിക്കേണ്ടതെന്ന് പഠിപ്പിക്കും. നമുക്ക് ഒരു കാര്യം ഇപ്പൊ C++, അങ്ങനെ ഏതില് പൈത്തൺ ലാംഗ്വേജ്, അങ്ങനെ IT കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ. അതുപോലത്തെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഓട്ടോകാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് അവരെന്നെ പഠിപ്പിച്ചിട്ട് അതിൽ നമുക്ക് 3D ആയിട്ടുള്ള മോഡലുകൾ എങ്ങനെ കമ്പ്യൂട്ടറിൽ വരയ്ക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കും. അപ്പൊ നമ്മുടെ കൈ കൊണ്ട് വരയ്ക്കുന്ന കാര്യങ്ങൾ കുറവാണ്. അത് ഫസ്റ്റ് സെമസ്റ്ററിലുള്ളൂ. അതും അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല വരയ്പ്പിക്കുന്നത്. ഇപ്പൊ എഞ്ചിനീയറിംഗിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? അതിന് എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പൊ എഞ്ചിനീയറിംഗിന് നമുക്ക് ഇപ്പൊ സംസാരിച്ചതിൽ പോയിന്റ് ഇല്ല. കാരണം നമുക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് സംസാരിക്കണമെങ്കിൽ നമുക്ക് അടുത്തൊരു സെക്ഷൻ വേണമെങ്കിൽ അടുത്ത വർഷം വെക്കാം. അതായത് ഈ വർഷം ഒക്ടോബറിന് മുമ്പ് വെക്കാം. ഇപ്പൊ നമുക്ക് ആർട്സിന്റെ വിൻഡോ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇനിയിപ്പോ താങ്കൾ ചോദിച്ച സ്ഥിതിക്ക് നിരാശപ്പെടുത്തുന്നത് ശരിയല്ലാത്തതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗിനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 80% മാർക്കാണ് അവർ ചോദിക്കുന്നത്. കുറഞ്ഞത് B+ ഗ്രേഡ് 10ാം ക്ലാസ്സിലോ +2ലോ വേണം എല്ലാ വിഷയത്തിനും. പക്ഷേ ഈ +2 ആവുമ്പോ എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും ഉണ്ടോ? ഈ 10th ഇല്ല, 12th പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിലാണോ ആ ഡോക്യുമെന്റ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ഇത് ആക്ച്വലി 3 ഇയർ ഡിപ്ലോമ കോഴ്സ് ആണ് അല്ലേ? അതെ, ഡിപ്ലോമ കോഴ്സ് ആണ്. സോ ബേസിക്കലി 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി. ഓക്കെ. പക്ഷേ +2 ഇവിടെ പഠിപ്പിക്കുന്നത് എല്ലാം +2 റിലേറ്റഡും അതിന്റെ കുറച്ച് ഹയർ വേർഷൻ ആയതുകൊണ്ട് +2 പഠിച്ച കുട്ടികൾക്കും ഭയങ്കര നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. കാരണം അവർക്ക് കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇതിന്റെ ഗ്യാപ്പ് എത്രയാണ് മാക്സിമം അലൗഡ് SLC കഴിഞ്ഞതാണെങ്കിൽ? പിന്നെ ഈ C++ എന്ന് പറഞ്ഞത് ലാംഗ്വേജ് ആണോ ഉദ്ദേശിക്കുന്നത്? ലാംഗ്വേജ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ അത് നമുക്ക് ബൈഹാർട്ട് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളല്ലോ. ഒരു കമ്പ്യൂട്ടറിൽ പഠിക്കേണ്ട ലാംഗ്വേജ് അല്ലേ. അതുപോലെ നമ്മുടെ കൈകൊണ്ട് വരയ്ക്കുന്ന, ഇപ്പൊ മാത്സിൽ നമ്മളിപ്പോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണ പോലെ അങ്ങനെയല്ലല്ലോ ഇത്. ഞാൻ ഒരു കാര്യത്തിന് SLC കഴിഞ്ഞാൽ എത്ര ഗ്യാപ്പ് വരെ പോകത്തിന്? ഇയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ആർട്സ് കോളേജിനാണെങ്കിൽ ഇയർ ഗ്യാപ്പ് ബാധകമല്ല. നമുക്കൊരു 16 വയസ്സ് മുതൽ ഒരു 40 വയസ്സ് വരെ ആൾക്കാർക്ക് ഇവിടെ പഠിക്കാൻ പറ്റും.
ആ yes. ഇത് 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസ് ഏതിനാ പോകാൻ പറ്റുക? ഏതാ അവൈലബിൾ ആയിട്ടുണ്ടാവുക? ഹയർ സ്റ്റഡീസ് ഒന്നെങ്കിൽ നമുക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റുന്നത് ആർട്സിലായിരിക്കും. ഇനിയിപ്പോ അതല്ല, ഇപ്പൊ ചില കുട്ടികളുടെ സംശയം ഉണ്ടാവുമായിരിക്കും. അതെ ഇപ്പൊ അതെ അവർക്ക് ഇപ്പൊ ആർട്സ് ചിലപ്പോ അത്രയും നല്ല ഇതായിരിക്കും എന്ന് തോന്നുന്നില്ല. അപ്പൊ അവർക്ക് ചിലപ്പോ പാഷനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ഇപ്പൊ IT ഡിപ്പാർട്ട്മെന്റ്, IT ഫീൽഡ് ഭയങ്കര, ഞാൻ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്താ അല്ല സോറി, സ്റ്റുഡൻസ് ഇതിൽ SLC പാസ്സാകുമ്പോൾ SLCയുടെ മാർക്ക് കൺസിഡർ ചെയ്യുന്നതല്ല. മാർക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ. അല്ല C+ എന്ന് പറഞ്ഞ ഗ്രേഡ് ആണോ ഉദ്ദേശിക്കുന്നത്? ഗ്രേഡ് C+ ഗ്രേഡും പിന്നെ C++ ലാംഗ്വേജ് പഠിച്ചിരിക്കുകയും വേണം. അയ്യോ, C++ വേണ്ട, വേണ്ട. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നേരത്തെ ചോദിച്ച ആള് എന്റെ സ്റ്റിഫി എന്ന് തോന്നുന്നു, എന്റെ അടുത്ത് ചോദിച്ചല്ലോ. ഇപ്പൊ ഈ നാട്ടില് അവർക്കൊന്നും ഇപ്പൊ ഈ പോർട്ട്ഫോളിയോ ചെയ്യുന്നത് ഞങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പൊ ചിത്രം വരയ്ക്കാത്ത കുട്ടികളെ ഇങ്ങനെ അവരെ ക്ലാസ് ടൈമിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഈ ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ ആണല്ലോ, അതേപോലെ തന്നെ നമുക്ക് കൈകൊണ്ട് ചെയ്യണ കാര്യങ്ങൾ കുറവാണ്, കൂടുതലും ഈ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റഡീസ് ആണെന്ന് ഉദ്ദേശിക്കേണ്ട ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. C++ന്റെ ആവശ്യമില്ല, കാരണം ഇത് IT അല്ല. അപ്പൊ എല്ലാ സബ്ജക്റ്റിലും C+ ഉള്ള കുട്ടികളാണെങ്കിൽ അപ്ലൈ ചെയ്യാന്ന് അർത്ഥം അല്ലേ? അതെ, മിനിമം റിക്വയർമെന്റ് ആണത്. ഓക്കെ താങ്ക്സ്. ഈ C+ എന്ന് ഉദ്ദേശിക്കുന്ന 50% മുതലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? 50% ആണെന്ന് തോന്നുന്നു അല്ലേ C+ വരുമ്പോ? അത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടത്, ഒന്ന് നോക്കി വെക്കൂ. അല്ലെങ്കിൽ ഏത്, കാരണം പലതിനും പലതായിരിക്കുമല്ലോ. ഗ്രേഡ് വരുമ്പോ പെർസെന്റേജിൽ വ്യത്യാസം വരുന്നത് കാണാറുണ്ട്. അറൌണ്ട് 50% ആയിരിക്കും. നമ്മുടെ നാട്ടിലത്തെ നോക്കുകയാണെങ്കിൽ 50% ആയിരിക്കും C+ എന്ന് വരിക. ഓക്കെ. അപ്പൊ മിനിമം 50% മാർക്സ് ടോട്ടൽ ആർട്സ് കോളേജ്, മാർക്സിനാണോ അല്ലെങ്കിൽ ഈ എവറി സബ്ജക്റ്റിനാണോ? എവറി സബ്ജക്ട്, എല്ലാ സബ്ജക്റ്റിനും മിനിമം 50% മാർക്സ് ഉണ്ടാണെങ്കിൽ 10th തൊട്ടുള്ള കുട്ടികൾക്ക് എലിജിബിൾ ആയിരിക്കും അല്ലേ? അതെ. ഓക്കെ. അപ്പൊ 10th അല്ലെങ്കിൽ പ്ലസ് 2 മാത്രമാണോ ഇതിലേക്ക് എടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് ആണ്, ഇങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുവാണെങ്കിലോ? അല്ല, അവർക്കും പറ്റും. പക്ഷെ നമുക്ക് വേണ്ടത് 10th ക്ലാസ് +2 മാർക്ക് മതി. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ 40 വയസ്സായ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവരുടെ ആ ഡോക്യുമെന്റേഷന്റെ സമയത്ത് 10th ക്ലാസ്സിലെ +2 ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിലാണ് അതിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് മതി. ബാക്കി അത്രയും ഡിഗ്രി സർട്ടിഫിക്കറ്റിനൊന്നും ആവശ്യമില്ല. പക്ഷെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ഇത് ജോയിൻ ചെയ്യാൻ പറ്റും. ഇയർ ഗ്യാപ്പ് പ്രശ്നമല്ല. ഓക്കെ. ഏത് പഠിച്ചതാണെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ 10th-ന്റെയും +2-ന്റെയും മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ അല്ലെ ഇതിന്റെ വരുമ്പോ? 10th-യും +2-യും ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ. ഏതെങ്കിലും കാരണം ഞാൻ ഒരെണ്ണം. ഉദ്ദേശിക്കാൻ കാരണം ഏറ്റവും കൂടുതൽ ചില കുട്ടികൾക്ക് ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ കൂടുതലും കുട്ടികൾക്ക് 10th ക്ലാസ്സിലായിരിക്കും മാർക്ക് കൂടുതൽ, +2-ൽ മാർക്ക് കുറവായിരിക്കും. പക്ഷെ ഇനി ഇൻ കേസ് 10th ക്ലാസ്സിൽ മാർക്ക് കുറവാണ്, +2-ലാണ് മാർക്ക് കൂടുതലെങ്കിൽ അത് വെച്ച് സബ്മിറ്റ് ചെയ്യാന്നുള്ള ഒരു പോയിന്റ് ഉദ്ദേശിക്കുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. ഓക്കെ. നേരത്തെ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി. ഇപ്പം സ്റ്റുഡൻസ് ഈ ഡിപ്ലോമ കോഴ്സിനൊക്കെ ചേരുമ്പോൾ അവർ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുമല്ലോ. അപ്പൊ ആഫ്റ്റർ ദിസ് ഹയർ സ്റ്റഡീസിന് വേറെ ഏതൊക്കെ കോഴ്സസ് ആണ്? ഹയർ സ്റ്റഡി UG ആണോ PG പ്രോഗ്രാം ആണോ, എങ്ങനെയാ വരുന്നത്? അത് കമ്പയർ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചേട്ടൻ നാട്ടിലാണോ? നാട്ടിലാണ്, അതെ. നമ്മുടെ നാട്ടിലത്തെ ഡിപ്ലോമ അല്ല ഇവിടുത്തെ ഡിപ്ലോമ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു ഡിപ്ലോമ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതലും ലാറ്ററൽ എൻട്രി വഴി ബിടെക്കിന് കയറാനോ അല്ലെങ്കിൽ ബാക്കി കോഴ്സസിനാണ് ട്രൈ ചെയ്യുക. പക്ഷെ ഇവിടുത്തെ മോഡ് ഓഫ് സ്റ്റഡീസിൽ ഇവിടെ ഡിഗ്രിയും കാട്ടിയും മൂല്യം കൂടുതൽ ഡിപ്ലോമയ്ക്കാണ്. ഈ കൺട്രീസിൽ നമുക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ PR കിട്ടുള്ളൂ. ഇപ്പൊ ഡയറക്റ്റ് ഇപ്പൊ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ബാക്കി ഏത് കോഴ്സിന് ജോയിൻ ചെയ്യണം PR എന്നുള്ള ഓപ്ഷനോ ഗവൺമെന്റിന്റെ പാർട്ട് ടൈമോ ഒന്നും നമുക്ക് കിട്ടില്ല. ഇവിടെ ഡിപ്ലോമയാണ് ഇവിടുത്തെ കിങ്. അപ്പൊ ഡിപ്ലോമ പഠിച്ചാൽ മാത്രം നമ്മുടെ നാട്ടിലത്തെ ഡിപ്ലോമയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നാട്ടിലത്തെ ഏത് കോഴ്സായിട്ടാണ് നമ്മൾ ഏത് ലെവലായിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക? എഞ്ചിനീയറിംഗ്, ഇക്വലൻസി എഞ്ചിനീയറിംഗോ? ബിടെക്കിന്റെ എഞ്ചിനീയറിംഗ് 4 ഇയർ നമ്മുടെ നാട്ടിലത്തെ ഒരു ഡിഗ്രി കോഴ്സ് എടുക്കുന്ന പോലെയാണ് ഇവിടത്തെയും ഒരു ഡിപ്ലോമ നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം നമ്മുടെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആദ്യത്തെ ജോലിക്ക് നമ്മൾ കിട്ടുന്നുള്ളൂ. പിന്നെ ഇനിയിപ്പോ അങ്ങനെ കുട്ടികൾക്ക് ഇപ്പൊ ഇവിടെ നമുക്ക് ഞാൻ ഉദ്ദേശിച്ച അവരുടെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പോൾ IT റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോ ഇവിടുത്തെ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞ് ജോലിയിലേക്ക് കയറി, അതായത് ഒരു 1.5 ലക്ഷം മുതൽ ശമ്പളം വാങ്ങിച്ചിട്ട് ജോലിയിലേക്ക് കയറി. ആ ജോലി എന്ന് പറയുമ്പോൾ കൂടുതൽ ഓഫീസ് അവേഴ്സ് ആയിരിക്കും, 9 to 5 ഒക്കെ ആയിരിക്കും. അപ്പൊ ആ ജോലി സമയം കഴിഞ്ഞ് ബാക്കി അവർക്ക് കിട്ടുന്ന ഒരു 2-3 മണിക്കൂർ അവർക്ക് ഓൺലൈനിലായിട്ട് വേറെ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ അതായത് നമുക്ക് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമിൽ ആ ഒരു കോഴ്സ് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ ആ ടൈമിൽ അവർക്ക് ഏതാണോ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു
ജോബിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള കോഴ്സ് എടുക്കേണ്ടത് അത് ആ സമയത്ത് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ. നമുക്ക് സ്റ്റേ ബാക്കും ജോബും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുമോ ആഫ്റ്റർ ദിസ് 3 വർഷം സ്റ്റേ ബാക്ക് ഗ്യാരണ്ടീഡ് ആണ്. ജോബ് ഗ്യാരണ്ടി അത് കുട്ടികൾ നോക്കി കണ്ടെത്തേണ്ടതാണ്. ജോബ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ജോബ് ആക്ച്വലി ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വരും. പ്ലസ് അതേപോലെ തന്നെ അവർക്ക് മലയാളീസ് ഉള്ളതുകൊണ്ട് കുറെ കമ്പനിക്ക് റെഫറൽ ചെയ്യാൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓക്കെ. അതെ, നമ്മളൊരു അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഗ്യാരണ്ടി അല്ല, കാരണം നമ്മളല്ലല്ലോ അവർക്ക് ജോലി കൊടുക്കുന്നത്. യെസ് യെസ് യെസ്. അതെ. അല്ല, ഇതില് പിന്നെ ഈ വിൻഡോ എന്ന് പറഞ്ഞ് എന്നാ ക്ലോസ് ആകുന്ന പറഞ്ഞ് ഇപ്പൊ ഈ വർഷത്തത് മാർച്ച് 2nd വീക്ക് ആയിരിക്കും, പക്ഷെ ഫെബ്രുവരി ലാസ്റ്റ് ആയിരിക്കും. കുറച്ചുകൂടി നമുക്ക് അതിന്റെ ഉള്ളിൽ ചെയ്യണം, കുറച്ചുകൂടി നന്നായിരിക്കും. പക്ഷെ ഇപ്പൊ ആസ് പെർ അവരുടെ കോളേജിന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ February 28 ആണ് ആ ഡേറ്റ് പറഞ്ഞു കൊടുക്കുന്നത്. അത് എക്സ്റ്റെൻഡ് ആവുമെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ആസ് പെർ നൗ February 28 തന്നെ വെക്കാം. ഓപ്പൺ ചെയ്യുന്നതോ? അല്ല, ക്ലോസ് ആവുന്നത് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ വിസ പ്രോസസിങ് ടൈം എത്രയാ എടുക്കുന്നത്? വൺസ് വിസ സബ്മിഷൻ കാര്യങ്ങൾ ചെയ്യത്തില്ലേ? വിസ സബ്മിറ്റ് ചെയ്തിട്ട് ഒരു 3 മാസത്തിന്റെ ഉള്ളിലായിരിക്കും അതിന്റെ അപ്രൂവൽ അറിയാൻ പറ്റുക. യൂഷ്വലി ഒരു 2 months കഴിഞ്ഞാൽ തന്നെ അറിയാം. അത് വിസ പ്രോസസിംഗ് ഗ്യാരണ്ടീഡ് ആയിരിക്കും. 101%. 2 weeks മുതൽ നമുക്ക് അതിന്റെ റിസൾട്ട് വന്നു തുടങ്ങും. അല്ല, വിസ പ്രോസസിംഗ് ഗ്യാരണ്ടീഡ് ആയിരിക്കോ എല്ലാവർക്കും? 101%. ഇവിടെ വിസ റിജക്ഷൻ ഇല്ല. കോളേജസിന്റെ അപ്ലിക്കേഷൻ ഫീ അങ്ങനത്തെ വല്ലതും? ആ ഫീസ് സ്ട്രക്ചർ എനിക്ക് തോന്നുന്നു ഗ്രീൻഫീൽഡ് പറയണായിരിക്കും നല്ലത്. ഓക്കെ. എല്ലാവരും ഡൗട്ട് ക്ലിയർ ആയിരുന്നു? ആരും സംസാരിക്കാത്ത സ്ഥിതിക്ക് ഡൗട്ട് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ക്ലിയർ ആണ്. ഇനി പുതിയ ഡൗട്ടുകൾ പിന്നീടാണല്ലോ വരിക. അതെ അതെ അതെ. ഇതിൽ ഗ്രീൻ വേൾഡ് സ്റ്റാഫ്സിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ വേൾഡ് സ്റ്റാഫ് ആണോ നിങ്ങളുടെ ഫ്രാഞ്ചൈസി ആണോ എന്ന് എനിക്ക് അത്രയും ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഗ്രീൻ വേൾഡിന്റെ സ്റ്റാഫ്സിന് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം നമ്മൾ ഈ ഒരു ഇതുപോലത്തെ ഒരു ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ട് ഇപ്പൊ കുറെ ടൈമായി. ഇപ്പൊ ലൈക്ക് എനിക്ക് തോന്നുന്നു 3ാമത്തെ 4ാമത്തെ പ്രാവശ്യമാണ് ഇതിനെപ്പറ്റി ഈ സെയിം കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ഗ്രീൻ വേൾഡിന്റെ സ്റ്റാഫ്സിന് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ ക്ലിയർ ചെയ്യാം. കാരണം ഈ ഒരു ഇതിനു മുൻപ് തന്നെ ഒരു 3 മണിക്കൂറിന്റെ തന്നെ എല്ലാ കോൺവെർസേഷനും ഒരു 3 hours ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി ഇന്നായിരിക്കും ഏറ്റവും കുറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ ഒരു 3 മണിക്കൂർ വെച്ച് ഇത്രയും ക്ലാസ് എടുത്തിട്ട് പോലും കുറെ പേർക്ക് അതിൽ സംശയം തീർന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കാരണം ഇനി നമുക്ക് സമയമില്ല. അപ്പൊ February ലാസ്റ്റിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ക്ലോസ് ചെയ്യുന്നുണ്ട്. ആവുന്നതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഒരു സെക്ഷൻ വെക്കാനും നമുക്ക് സമയമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ അതിന് ആൻസർ ഞാൻ ഐഷയാണ്. ഓക്കെ. ഇതിപ്പോ ആർട്സിന്റെ നമുക്ക് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഫയൽ പ്രോസസ് ചെയ്യുമ്പോൾ സ്റ്റേജ് ബൈ സ്റ്റേജ് നമുക്ക് കുറെ കൺഫ്യൂഷൻസും ഡൗട്ട്സും വരാറുണ്ട്. അതാണ് നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അത് നമ്മൾ ഫസ്റ്റ് ഒരു ക്ലാസ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ഒരു വൺ ഷോട്ട് ആയിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സ് ഉണ്ടല്ലോ, ആ ചോദിക്കുന്ന ഡൗട്ട്സ് ഈ റിപ്പീറ്റഡ് ഡൗട്ട്സ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഒന്ന് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ചോദ്യങ്ങളും ഇതിനു മുമ്പേ ചോദിച്ച് പ്രൊവൈഡ് ചെയ്ത ഡീറ്റെയിൽസ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനോട് കൂടിയിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണോ അതിന് കാരണം എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു ഫ്രാഞ്ചൈസി ഓണറാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം പലരും ചിലപ്പം ഡിഫറെന്റ് ഇതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അല്ല സർ, ഞാനും അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ നമ്മൾ അന്ന് ക്ലാസ് കൊടുത്തപ്പം ഇന്നുണ്ടായിരുന്ന കുറെ ഫ്രാഞ്ചൈസീസ് അന്ന് സൈനപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. സോ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മൾ ജോയിൻ ആയിട്ടുണ്ട്. അവർക്ക് പുതിയ ഡൗട്ട്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കൂടുതൽ അത് ഇപ്പൊ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ എന്റെ പേര് ഗിരീഷ്. ഞാനിപ്പോ റീസെന്റ് പുതിയ ഫ്രാഞ്ചൈസി എടുത്താണ്. അതാണ് സംശയം. നോ പ്രോബ്ലം.
എനിവേ സെഷൻസ് ഇതിപ്പോ നമ്മുടെ വളരെ ഫസ്റ്റ് ഇൻടേക്ക് ഫ്രൂട്ട്ഫുൾ ആണല്ലോ, ആയിരുന്നു. ഇനിയിപ്പം സെക്കൻഡ് ഇൻടേക്ക് ഓൺവേർഡ്സ് നമുക്ക് ഇങ്ങനെ ഡൗട്ട്സ് വരില്ല. വൺസ് നമ്മൾ ക്ലിയർ ആയിട്ട് അല്ല നമ്മൾ ചെയ്ത് ഡൗട്ട്സ് എന്നാലും ചോദിച്ചോളൂ. ഞാൻ ഉദ്ദേശിച്ചത് ഇൻടേക്ക് ഓൺവേർഡ്സ് നമുക്ക് അങ്ങനെ ഒരു അല്ല വരില്ല, ഡൗട്ട്സ് ഞാൻ വരില്ല. ഫ്രാഞ്ചൈസികളെ പറ്റിയിട്ടല്ല ഞാൻ മെൻഷൻ ചെയ്തത്. എനിക്ക് മനസ്സിലായി ഫ്രാഞ്ചൈസികൾ ഇങ്ങനെ ആഡ് ആവുന്നുണ്ട് മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ചത് ഇത് നമുക്ക് വേറൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിനെ പറ്റിയാണ് സംസാരിച്ചത്. അതില് ഇല്ല, അതും ഞാൻ അതാണ് പറയുന്നത്. നമ്മളിത് ഫസ്റ്റ് ടൈം ഇപ്പം എഞ്ചിനീയറിംഗ് ആണെങ്കിലും നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതൊരു ക്ലാരിറ്റി വന്നത്. ഇതിപ്പോ നമുക്ക് ആഴ്ചന്റെ ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. കുഴപ്പമില്ല. ഇതൊന്ന് എനിവേസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് നെക്സ്റ്റ് ഓക്കെ. ടൈം ഓൺവേഴ്സ് നമുക്ക് അത്രയും നമുക്കൊരു ഡൗട്ട്സ് സെഷൻ വരുന്നില്ല. നോ പ്രോബ്ലം. ഓക്കെ. എനിവേ ഇത് സെഷൻ വളരെ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. ക്ലിയർ ആയിട്ടുണ്ട്, ക്ലിയർ ആയിട്ടാണെന്ന് മനസ്സിലാവുന്നു. താങ്ക്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ പേഷ്യൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാ, കാരണം ഇത് വെറുതെ പറഞ്ഞതാ, മൈൻഡ് ആക്കണ്ട. അപ്പോ അത്രേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോ നിങ്ങൾക്ക് ഞങ്ങളിപ്പോ ഇന്ന് പ്രസന്റ് ചെയ്ത സ്ലൈഡ് വേണമെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ചോദിക്കാൻ മടിക്കണ്ട. ഈ ടൈം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. February 28 ആയിരിക്കും നമ്മുടെ വിൻഡോ ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുൻപേ ആപ്ലിക്കേഷൻ തരികയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കുറച്ച് സ്മൂത്ത് ആയിരിക്കും. പിന്നെ ഈ ഡോക്യുമെന്റ് നമ്മൾ ഷെയർ ചെയ്ത് തരാം, ഈ സ്ലൈഡ് നമ്മൾ ഷെയർ ചെയ്ത് തരാം. അതിലും നിങ്ങൾ കുട്ടികളുടെ അടുത്ത് പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇന്റീരിയർ ഡിസൈനിന്റെ കാര്യം കുറച്ചുകൂടിയും ഒന്ന് പ്രസ് ചെയ്ത് പറയുകയാണെന്ന് വെച്ചെങ്കിൽ, കാരണം ഇന്റീരിയർ ഡിസൈൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ജോലി കിട്ടാൻ ഈസി ആയിരിക്കും. ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രീൻ വേൾഡിന്റെ ആരെങ്കിലും ഇത് വൈൻഡ് അപ്പ് ചെയ്യണം, നന്നായിരിക്കും. So thank you all. Session was fruitful. I wish you all the best, and thank you, dear Alan sir, for the valuable class. So let's wind up the session. Thank you all. Thank you.